നമ്മുടെ സമസ്ത ദുരിതങ്ങളും മാറണമേ എന്ന് സങ്കല്പിച്ച് ഭഗവതിയുടെ മുമ്പിൽ ചെയ്യുന്ന അർച്ചനയാണ് നാരങ്ങ വിളക്ക്. ദൈവാധീനം കൂട്ടാൻ നടത്തുന്ന നാരങ്ങ വിളക്ക് ദേവീ ക്ഷേത്രങ്ങളിലാണ് നടത്തുന്നത്. ഇതേ സങ്കല്പത്തിൽ മുരുക ഭഗവാനും നാരങ്ങ കൊണ്ട് പ്രാർത്ഥന നടത്താറുണ്ട്. ഇവിടെ നാരങ്ങ വിളക്കല്ല, നാരങ്ങമാലയാണ് ചാർത്തുന്നത്. നമുക്ക് വന്നു ഭവിക്കുന്ന ദോഷങ്ങൾ പ്രാർത്ഥനയിലൂടെ നാരങ്ങയിൽ ആവാഹിക്കപ്പെടുന്നതിനാൽ നാരങ്ങ വിളക്കെന്ന ഈ പൂജ ഒരിക്കലും വീടുകളിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ദോഷങ്ങൾ നമ്മളിൽ നിന്ന് കുടുംബാംഗങ്ങളിലേക്ക് പകരപ്പെടാം. അതേസമയം ദേവീ സന്നിധിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ദുരിതങ്ങളും ദോഷങ്ങളും ദേവി ഏറ്റെടുക്കുമെന്നും അത് പരിഹരിക്കപ്പെടുമെന്നുമാണ് സങ്കല്പം. പ്രമുഖ ദേവീ ക്ഷേത്രങ്ങളിലാണ് നാരങ്ങ വിളക്ക് കത്തിക്കാൻ അവസരമുള്ളത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിശ്ചയമായും ഇതിന് സംവിധാനമുണ്ടാവും. കോട്ടയത്ത് പള്ളിപ്പുറത്തുകാവ് പോലുള്ള ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് സാധാരണ നാരങ്ങ വിളക്കുകൾ കത്തിക്കേണ്ടത്. നാരങ്ങ വിളക്കുകൾ കത്തിച്ച് ദുരിതങ്ങൾ അകറ്റാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അവരാണ് ക്ഷേത്രത്തിൽ നേരിട്ടെത്തി നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത്. ക്ഷേത്രത്തിലെ പ്രധാന വിളക്കിലാണ് നാരങ്ങ വിളക്ക് കത്തിച്ച് വയ്ക്കേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളിലും രാഹു കഴിയും മുമ്പെയാണ് നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ആചാര്യൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും.